അച്ഛൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊന്ന് കാബാലികയും ക്രോസ് ബെൽറ്റും ഒക്കെ സിനിമ ആയിട്ടുണ്ട്. പക്ഷെ ബാക്കി ഈ നാടകങ്ങൾ ഇപ്പോൾ ഈശ്വരൻ അതിന് മുമ്പ് പോട്ടർ കുഞ്ഞാലി എന്ന് പറയുന്ന നാടകം, അതാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്ന നാടകം. ആ നാടകം അതിന് സിനിമയായി. ശശികുമാർ സാർ എനിക്കൊന്ന് ആദ്യം ഡയറക്റ്റ് ചെയ്ത സിനിമ അതാണോ സംശയമുണ്ട്. പോട്ടർ കുഞ്ഞാലി അത് ശശികുമാർ സാർ ഡയറക്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. ശരിക്കും ഓർക്കുന്നില്ല. അതാണ് അച്ഛൻ ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ്. അച്ഛൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. പിന്നെ അച്ഛൻ എഴുതിയ സ്ക്രിപ്റ്റാണ് ക്രോസ് ബെൽറ്റ്. അതാണ് ക്രോസ് ബെൽറ്റ് മണി എന്നുള്ള പേര് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹമാണ് കാബാലിയ ഡയറക്റ്റ് ചെയ്തത്. കാബാലിയല്ല അച്ഛൻ അഭിനയിച്ചു. സിനിമ മോശമായിപ്പോയി. അത് അച്ഛനും പറ്റിയൊരു നാടകത്തിലെ പോലെ തന്നെ ചെയ്തത്. അത്ര ആ ത്രോ ആവശ്യമില്ലല്ലോ. പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്ന NN പിള്ള എന്ന് പറയുന്നത് അഞ്ഞൂറാൻ. അത് വേറൊരു കാര്യം. അഞ്ഞൂറാൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇപ്പോൾ ഞാനിവിടെ വന്ന് ഫോട്ടോകൾ കാണുമ്പോഴും ഓരോ ഡയലോഗും നമ്മൾ ഓർക്കുന്നുണ്ട്. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? ഈ ഹരിശ്രീ അശോകനുമായിട്ടൊക്കെ പറയുന്ന കോമഡി ഡയലോഗ് ഉണ്ട്. നീ എന്തിനാണ് ഇപ്പൊ തുപ്പിയെന്ന് ചോദിക്കുമ്പോ അല്ല മുതലാളി എന്റെ വായി തുപ്പിയിട്ടാണെന്ന് പറയുന്ന നമ്മൾ ഇന്ന് ചിലതൊക്കെ ഈ പറയുന്ന രീതിയിൽ ആവർത്തിച്ച് ചിരിക്കുന്ന സാധനങ്ങളൊക്കെയും ആ സിനിമയിലുണ്ട്. പക്ഷെ അച്ഛന് ശരിക്കും അത് ഗംഭീരമാണ്. പക്ഷെ അതിനേക്കാട്ടിലൊക്കെ ഗംഭീര ആക്ടറാണ് അച്ഛൻ. അത് കാബാലികയിലൊരു പറഞ്ഞ സിനിമയിൽ അത് എന്തോ പാളി. അത് സ്റ്റേജിൽ അച്ഛൻ പെർഫോം ചെയ്യുന്ന അത്ഭുതമാണ്. അതേസമയത്ത് അത് സിനിമ വന്നപ്പോൾ എന്തോ ശരിയായില്ല. ഇനി ഓവർ ആക്ഷൻ്റെ അങ്ങനെയൊക്കെ തോന്നലാവാം. പക്ഷെ സ്റ്റേജിൽ അത് ഭയങ്കര ചിറ്റ അഭിനയിച്ചുകൊണ്ട് ഈ പറഞ്ഞ കടക്കാവൂരത്ത. പക്ഷെ ആ ചിറ്റയും സ്റ്റേജിലായിരുന്നു നമ്മൾ കുറച്ചും കൂടെ കുറച്ച് ലൈവായിട്ട് ഒരു മരുന്നും എന്താ അറിയാം, ഭയങ്കര വ്യത്യാസം. വിജയരാമൻ ചേട്ടനും അതിനകത്തുണ്ടായിരുന്നല്ലോ കാബാലികയിൽ. അപ്പൊ നിങ്ങൾ മൂന്നുപേരും അതിനകത്ത്. ഞാനീ പറഞ്ഞ അന്ന് ചതിക്കുമ്പോൾ പറഞ്ഞാലും വിശ്വസിക്കരുത്. അഭിനയിക്കുമ്പോൾ വലിയ ആഗ്രഹം തോന്നിയിട്ടില്ല. അന്ന് എന്തോ സിനിമ എന്ന് പറഞ്ഞാൽ വേറെന്തോ നമുക്ക് അപ്രാപ്യമായ ഒരു കാര്യമല്ലേ. അതിപ്പോൾ ഞാനിപ്പോൾ അച്ഛനോട് ഒന്ന് ഡ്രൈവറായിട്ട് പോയതാണ്. അങ്ങനെ ഒരാൾക്ക് പകരം എന്നെ വിളിച്ച് അഭിനയിച്ചപ്പോഴും എനിക്ക് ഈ ക്ലോസൊക്കെ എടുക്കാം. ഇവിടെ നോക്കിയോ ക്ലോസൊക്കെ അങ്ങനെയാണല്ലോ എടുക്കുന്നത്. നമ്മൾ നാടകത്തിൽ അഭിനയിക്കുന്ന ഒന്നിച്ചിങ്ങനെ ഡയലോഗ് പറയുന്നു, നമ്മൾ ഡയലോഗ് പറയുന്നു, ഒരു ലൈഫ് ഫീൽ ചെയ്യുമല്ലോ. മറ്റേ അതില്ലല്ലോ, കഷ്ണം മുറിച്ചല്ലേ. അതിനോട് എന്തോ ഒരു നമുക്ക് പറ്റുന്ന പണിയല്ലേ ഇതെന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നീട് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നാടകത്തിൽ അഭിനയിച്ച രവി ആലുമൂട് എന്ന് പറഞ്ഞ പുള്ളി ഇടയ്ക്കൊരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇവിടുന്ന് പോയിട്ട് KT മുഹമ്മദിൻ്റെ സൃഷ്ടി എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു. അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് രവി ആലുമൂട്. ഗംഭീര ആക്ടറാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ പുള്ളി M. സുകുമാരൻ എന്ന് പറഞ്ഞ നോവലിസ്റ്റിൻ്റെ ശേഷക്രിയ എന്ന് പറഞ്ഞ നോവലുണ്ട്. അത് പുള്ളി സിനിമയാക്കി ഈ രവി ആലുമൂട് ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ അതിന് ശേഷമുള്ള സിനിമയിൽ U. ജയചന്ദ്രനാണ് സ്ക്രിപ്റ്റ്. അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ രവി ഞാനില്ല, ഞാൻ അപ്പം നാടകത്തെ റിഹേഴ്സൽ സമയം ഇവിടെ റിഹേഴ്സൽ വന്നുകൊണ്ടിരിക്കാം. നമുക്കൊരു 5-8 ദിവസം കാര്യമില്ല. മറ്റേ സിനിമയല്ല, നമ്മുടെ വേറെ സിനിമ. അപ്പോൾ ഈ അന്നത്തെ ന്യൂജൻ ജോണബ്രഹാത്തിൻ്റെ ഒക്കെ അരവിന്ദനൊക്കെ ഉള്ള കാലത്താണ്. അങ്ങനത്തെ സിനിമകൾക്ക് ഭയങ്കര അടൂർ സാറൊക്കെ വന്ന് അങ്ങനത്തെ സിനിമയാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരി നോക്കിക്കളയാം. അങ്ങനെ അതിന് അഭിനയിക്കാൻ പോയി. അത് ഈ പറഞ്ഞ പോലെ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഫിലിമും ഇല്ല, കാശും ഇല്ല, കടുങ്കാപ്പും. അങ്ങനത്തെ ഒരു അവസ്ഥയായി. അന്ന് വീരരാഘവൻ നായർ നടനുണ്ട്. ചങ്ങനാശ്ശേരി വീരരാഘവൻ നായർ എന്ന് പറഞ്ഞാൽ പഴയ നടന്ന അദ്ദേഹം കുശമാൻ്റെ കൂടെ ഒക്കെ അങ്ങേരുണ്ട്. അങ്ങേരൊക്കെ ഉണ്ട് ഈ പടത്തിനകത്ത്. ശ്രീലത നമ്പൂരി, അവരുടെ ഭർത്താവ് നമ്പൂരി ഉണ്ട്. പുള്ളി ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അത് നടന്നില്ല. അപ്പോൾ ഈ പോയപ്പോൾ കൂട്ടുകാരൊക്കെ ഇറങ്ങിനെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. അതൊരു 81 അങ്ങനെ ആ സമയത്ത് പറ്റാം. അതെനിക്ക് ചെറിയൊരു നാണക്കേട് തോന്നി. നടക്കാതെ പോയപ്പോഴേ ഒരു ചെറിയ ചളിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ വിളിക്കുന്നത് നമ്മുടെ സാമിയാട്ടൻ S. കൊന്നനാട് എന്ന് പറയുന്നത് സുറുമയിട്ട കണ്ണിൻ്റെ അദ്ദേഹത്തെ സാമിയാട്ടൻ എന്നാണ് വിളിക്കുക. S. കൊന്നനാട് എന്ന പേര് ആർട്ട് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ആദ്യം ഡയറക്ടർ ചെയ്യുന്ന പടമാണ്. അങ്ങനെയാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. ഒരു ഇതൊന്നും അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല. അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ INA ഉണ്ടായിരുന്ന സമയത്ത് നേതാജിയുടെ മുമ്പിൽ സുഭാഷ് ചന്ദ്രബോസ് നമ്മൾ ഹീറോ ആയിട്ട് കാണുന്ന ആളാണ്. നേതാജിയുടെ മുമ്പിൽ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് അച്ഛനെന്ന്. കുർബാനി എന്ന് പറയുന്ന നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്
എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേതാജിയുടെ മുമ്പിൽ ശരിക്കും നാടകം അവതരിപ്പിച്ചിട്ടുണ്ടോ? ആത്മകഥയിലുണ്ടോ അത്? ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചില്ലേ? പുസ്തകം തരാം. അപ്പോൾ അച്ഛൻ ഇദ്ദേഹത്തെ കണ്ടതും അദ്ദേഹം കൈപിടിച്ചതും ഒക്കെ മറ്റേ നാടകം കണ്ടിട്ട് ഇദ്ദേഹം കരഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞു നേതാജിയുടെ. ഹിന്ദിയിലായിരുന്നു അത്? ഇംഗ്ലീഷിൽ. ഇദ്ദേഹം അത് കഴിഞ്ഞ് അച്ഛനൊരു പേഴ്സ് കൊടുത്തു. ഒരു പേഴ്സും കൊടുത്തു. ഒരു ഇദ്ദേഹത്തിന്റെ പടമുള്ള ബാഡ്ജ്. ആ ബാഡ്ജ് ഞാൻ ഓർക്കുന്നുണ്ട്. പേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ബാഡ്ജ് ഞാൻ ഇടയ്ക്ക് കുത്തിക്കൊണ്ടൊക്കെ നടക്കുമായിരുന്നു കൊച്ചിലെ. പേഴ്സ് ദ്രവിച്ചു പോയി. അത് അമ്മയുടെ കയ്യിൽ നിന്നിട്ട് പെട്ടിയിൽ ഇട്ടിരുന്നത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷെ അതിങ്ങനെ ഒരു കുറേ നാൾ ഈ തുകലല്ലേ, അത് ഉണങ്ങി ദ്രവിച്ചു പോയത്. പിന്നീട് അച്ഛനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആ പേഴ്സ് എൻ്റെ കയ്യിൽ എന്ന് വന്നു അന്നും ഒരു ദാരിദ്ര്യമാണ്, അതിപ്പോൾ ഇല്ലാതായ പിന്നെയാ എന്തെങ്കിലും ആയതെന്ന്. അച്ഛന് ഈ പറഞ്ഞ ദൈവവിശ്വാസം അല്ല ഒരാളെ ആരാധിക്കുക അങ്ങനത്തെ ആരാധനാപാത്രങ്ങളുണ്ട്. പക്ഷെ അച്ഛന് ഭയങ്കരമായിട്ട് അച്ഛൻ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സുഭാഷ് ചന്ദ്രബോസ്. അച്ഛൻ വിശ്വസിച്ച സുഭാഷ് ചന്ദ്രബോസ് ഈ ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ത്യയുടെ ഗതി ഇതായിരിക്കില്ല എന്ന് പക്ഷം ഭരിക്കുന്നതിന് മുമ്പ് പറയുമായിരുന്നു. അത്രമാത്രം ബോൾഡായിട്ട് അച്ഛന് ആത്മകഥ വായിക്കാം, അപ്പം അതിന് മനസ്സിലാവും. അത്രമാത്രം അച്ഛൻ ഇഷ്ടപ്പെടുന്ന, അച്ഛൻ ബഹുമാനിക്കുന്ന. ഇത് ഈയിടെ വേറൊരു സംഭവമാണ്. ഞാൻ ഈ കോവിഡ് കാലത്തെ എന്നെ ഒരാൾ വിളിച്ചു. ഞാനിപ്പോൾ എനിക്ക് ആളിനെ പിന്നീട് അയാളുടെ നമ്പറും എൻ്റെ ഇല്ല. ആൾ വിളിച്ചതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, അയാൾ കവിതകൾ പണ്ട് പോലെ ഈ അറിയപ്പെടാത്ത കവികളുണ്ട്, പക്ഷെ ഗംഭീര കവിതകൾ എഴുതിയ കവികളുണ്ട്, അങ്ങനെയുള്ളവരെ പറ്റിയുള്ള ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ട്. മലയാളിയാണ്, അയാൾക്ക് ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളും. അതിൻ്റെ ഭാഗമായിട്ട് അയാൾ കൽക്കട്ടയിൽ വെച്ച് ഒരാളെ കണ്ടെത്തണേ. അയാൾ INA ഒരാളായിരുന്നു. അയാളെ കണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂടെ ഇയാളും ഉണ്ടായിരുന്നു അന്ന് INA ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ നാടകം കണ്ടിട്ടുണ്ടെന്ന്. അപ്പം ആ ആൾ പറഞ്ഞു, ഒരു നാടകം കണ്ട് സുഭാഷ് ചന്ദ്രബോസ് കരഞ്ഞു. ഇയാൾ പറഞ്ഞു ഇദ്ദേഹത്തോട്. എന്നിട്ട് അപ്പം ഇയാൾ എന്നെ കാണണമെന്ന് പറഞ്ഞു. കോവിഡിൻ്റെ സമയത്ത് എന്നെ വിളിച്ചത്. പിന്നീട് യാതൊരു വിവരമില്ല. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വന്നാൽ നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ അപ്പം ആള് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ നാടകം എഴുതിയിരുന്നു. അപ്പം പുള്ളിക്ക് പേര് പിള്ളയെന്നാണ് പുള്ളി പറഞ്ഞത്. അത് N പിള്ളയാണോ? അപ്പം ഇയാൾ ആലോചിച്ചപ്പം നാടകൃത്തായിട്ട് പിന്നീട് വന്ന N പിള്ള എന്നുള്ള പേര്. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചത്. അച്ഛൻ INAയിലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു, എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം ആ ആള് പറഞ്ഞു, ഇങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് നാടകം കണ്ടു, ആ നാടകം കണ്ട് അദ്ദേഹത്തെ കണ്ണു നിറഞ്ഞു. അച്ഛൻ ആത്മകഥ എഴുതിയിട്ടുണ്ടത്. അപ്പോൾ അത് വീണ്ടും ആ വിളി വരട്ടെ, നമുക്ക് കുറച്ചുകൂടെ ആധികാരികമാക്കാം. അതേപോലെ തന്നെ 46 എന്നെ പിരിച്ചുവിടുന്ന സമയത്തോ മറ്റോ ആണ് ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതല്ല, അച്ഛനെ പിടിച്ചത്. ഇംഗ്ലീഷുകാർ പട്ടാളം പിടിച്ചു, അതിനെ ഡിസ്പോസ് ചെയ്തു. റംഗൂണിൽ അച്ഛൻ ഒളിച്ചു താമസിച്ചു. വെച്ചാൽ ഈ ഇംഗ്ലീഷുകാരൻ്റെ തന്നെ ഒരു ക്യാൻറ്റീനിൽ ജോലിക്ക് കയറി. അപ്പം പിടിക്കുകയല്ലോ, പക്ഷെ പിടിച്ചു. അങ്ങനെ പിടിച്ച് കൽക്കട്ടയെ കൊണ്ടുവന്നു, ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോയി. ആ പോകുന്ന വഴിക്ക് ഒരു ചാൻസ് കിട്ടി രക്ഷപ്പെടാൻ വേണ്ടി. ഇവർ കൂടെ വന്നു. രാഷ്ട്രീയ തടവല്ലേ, അവരത്ര വലിയ കാര്യമാക്കിയില്ല. പിന്നെ സംസാരിക്കാൻ അച്ഛൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ട്. ജാപ്പനീസും അറിയാമായിരുന്നു. ജാപ്പനീസ് ഭാഷ പ്രസംഗിച്ചിട്ടുണ്ട് അച്ഛൻ. ചേട്ടനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ ജാപ്പനീസൊക്കെ? പിന്നീട് മറന്നു. അച്ഛൻ പെട്ടെന്ന് പഠിച്ചോണ്ടേ പെട്ടെന്ന് അത് മറന്നും പോയത്. പക്ഷെ കുറച്ചു അറിയാമായിരുന്നു. അല്ല, അന്ന് അച്ഛൻ്റെ പ്രസംഗം കേട്ട ആൾക്കാരൊക്കെ ഞാൻ കണ്ടുണ്ട്. വാസവൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അച്ഛൻ്റെ സുഹൃത്തുക്കൾ. പാരിപ്പള്ളി കുട്ടൻ നായർ, അങ്ങനെ കുറേ പേരുണ്ട്. അവരെല്ലാം മരിച്ചുപോയി. ഇവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് നല്ല പരിചയമുണ്ട്. അങ്ങനെ കൽക്കട്ടയിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്ന ജീപ്പിൽ വെച്ച് ഒരു അവസരം കിട്ടി. അവരെല്ലാം ബിയർ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലോട്ട് കയറി. പച്ചവെള്ളം കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് വേണ്ടത്. അവർ പോയ പെട്ടെന്ന് വെച്ച് തോന്നി രക്ഷപ്പെടണമെന്ന്. അല്ലാതെ മുൻകൂട്ടി ആലോചിച്ചൊന്നുമല്ല, ഒരു ചാൻസ് കിട്ടി. അപ്പോൾ പെട്ടെന്ന് ജീപ്പിൻ്റെ ആട്ടിറങ്ങിയപ്പോൾ ഒരു ഗള്ളി കണ്ടു, അങ്ങോട്ട് നടന്നു. അന്ന് പെട്ടെന്ന് ക്രോസ് ചെയ്തപ്പോൾ ഒരു കാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, ഒരാളെ ഇറക്കിയിട്ട് ടാക്സി. അതേ കയറിയിട്ട് ഹൗറ എന്ന് പറഞ്ഞു നേരെ കൊണ്ട്. ഇപ്പോൾ ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു, അതേ ചാടി കയറി. എങ്ങോട്ടാന്ന് പോലും അറിയില്ല. അങ്ങനെ ആ ട്രെയിൻ പൂനെക്കായിരുന്നു. ആ പൂനെയിൽ വന്നിറങ്ങി. പൂനെയിൽ അച്ഛൻ്റെ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ എന്ന് വെച്ചാൽ അച്ഛൻ ആത്മകഥ എഴുതിയിട്ടുണ്ട്, ഗോപാലൻ നായർ. അങ്ങനെ എടുത്ത് വന്നു. അങ്ങനെ അവിടെ ഉണ്ടെന്നറിയാം. അങ്ങനെ കണ്ടു. അവിടുന്ന് ആണ് ഒരു ദിവസം പാതിരായ്ക്കാണ് നാട്ടിൽ വരുന്നത്. അന്ന് ശരി ഒളിവിലാണ്, പറഞ്ഞ് കണ്ടാൽ പിടിക്കും. അങ്ങനെ പാതിരായ്ക്ക് വന്ന അമ്മ 9.5 വർഷമായിട്ട് അച്ഛനെ കാത്തിരിക്കുകയാണ്. അമ്മ കല്യാണം കഴിക്കാതെ. അനിയത്തിമാരെ കല്യാണം കഴിച്ച് കുട്ടികളായി.
അച്ഛൻ്റെ അമ്മയ്ക്കും അച്ഛൻ്റെ അച്ഛനും അസുഖമായി, അമ്മയ്ക്ക് അന്ന് കാണാൻ പറ്റാതായി. അവരിവിടെ അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. മുറപ്പെണ്ണായിരുന്നോ? മുറപ്പെണ്ണല്ല, ബന്ധു. വളരെ അകന്ന ബന്ധമാണ്. അച്ഛനെക്കാളും മൂത്തതാണ്, 1.5 വയസ്സിന് മൂത്തമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഈ അച്ഛൻ്റെ അമ്മയെ അച്ഛൻ്റെ അച്ഛനെ അമ്മ ഈ അച്ഛൻ പോയ ശേഷം വീട്ടിൽ കൊണ്ടുവന്നു, അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നു. അമ്മയുടെ മുറി താമസിപ്പിച്ചിരിക്കുക. എന്നിട്ട് അമ്മയാണ് നോക്കുന്നവരെ. അമ്മായിയപ്പനെ അമ്മായിമ്മ നോക്കുന്ന പോലെ. കല്യാണം കഴിച്ചിട്ടില്ല, മരിച്ചുപോയി എന്നാണ് അമ്മയുടെ വീട്ടിലുകാരൊക്കെ വിശ്വസിക്കുന്നത്. അച്ഛൻ യുദ്ധത്തിൽ മരിച്ചുപോയി. അങ്ങനെ ഒരാളാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെയാണ് അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ അമ്മയും അതുപോലെ വീട്ടിലുണ്ട്. അതിൻ്റെ വന്നതിൻ്റെ 3-ാം ദിവസം കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് 3-ാം ദിവസം താലിമാല വിറ്റു അവിടുന്ന് ഇറങ്ങി, കാശില്ലാത്തതുകൊണ്ട്. ഇവർ വന്നപ്പോഴൊക്കെ ഒരു വലിയ പൈസയൊക്കെ ആയിട്ടാണ് സിംഗപ്പൂരിലല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു. വന്നപ്പോൾ തെണ്ടി തിരിഞ്ഞല്ലേ വരുന്നത്. പിന്നെ അന്ന് ഇവിടെ നിൽക്കാനും പറ്റില്ല. അങ്ങനെയാണ് കുമ്പളത്ത് ശങ്കുപിള്ള എന്ന് പറയുന്നത്, സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ കാലം. കുമ്പളത്ത് ശങ്കുപിള്ള അടുത്ത് അങ്ങനെ രഹസ്യമായി ഇവിടുന്ന് പോയി അവിടെയാണ് ഒളിവിൽ താമസിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട്. അന്ന് സ്റ്റേറ്റ് കോൺഗ്രസ് വളരെ ശക്തമായി, CPIയുടെ മൂക്കൊക്കെ വെട്ടിയ അപ്പം അങ്ങനെ അവിടെ പോയി. അങ്ങനെയാണ് പിന്നീട് ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടി. പിന്നീടാണ് പിന്നെ എൻ്റെ മൂത്ത സിസ്റ്റർ ഉണ്ടായി. ആ സമയത്താണ് ഇവിടുന്ന് പിന്നെ തിരിച്ച് ഇവിടെ വന്നിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതായി. പിന്നെ അങ്ങോട്ട് പോവാം, മലേഷ്യ. അങ്ങനെ ഇവിടുന്ന് വന്ന സമയത്ത് പിന്നെ രാഷ്ട്രീയ പ്രസംഗമൊക്കെ ആയിട്ട് സ്റ്റേറ്റ് കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേരളം മുഴുവൻ പ്രസംഗിച്ച്, ഹാഫ് കാച്ചട്ട ഇട്ട് ടീഷർട്ട് ഇട്ട്. അന്നത്തെ അതായിരുന്നു INA ഡ്രസ്സല്ലേ, INA ഭടൻ സംസാരിക്കുന്നു എന്നാണ് അന്നത്തെ. അത് ഭയങ്കര ഗംഭീര പ്രസംഗമായിരുന്നു. ഒരു കാലമുണ്ട്. അപ്പോൾ വിജയരാഘവൻ ചേട്ടൻ ജനിക്കുന്നത് മലേഷ്യയിലാണ്. 2ാമത് പോയി അവിടെ എന്നിട്ട് പിന്നെ തിരികെ ഈ സ്കൂളിംഗ് ഒക്കെ ഇവിടെ ആയിരുന്നല്ലോ, ചേട്ടൻ്റെ സ്കൂളിംഗ് ഒക്കെ ഇവിടെ ആയിരുന്നല്ലോ. അത് എപ്പോഴാ പിന്നെ തിരികെ? അവിടുന്ന് 6 മാസം മറ്റുള്ളപ്പോൾ എന്നെ പ്രസവമെടുത്ത അച്ഛനാ. അച്ഛൻ്റെ കയ്യിലോട്ടാണ് ഞാൻ ജനിച്ചു വീണത്. ഹോസ്പിറ്റലൊന്നുമല്ല. അന്ന് അച്ഛന് ഇത് മെറ്റീരിയൽ മെഡിക്കൽ ഒക്കെ പഠിച്ചിട്ട് ഡ്രസ്സർ പരീക്ഷ പാസ്സായി. അപ്പോൾ അച്ഛന് ഇതൊക്കെ അറിയാം, ചെറിയ വൂണ്ടൊക്കെ അറിയാം, മെഡിസിൻ കൊടുക്കാം. ഈ റബ്ബർ എസ്റ്റേറ്റ് ജോലിക്ക് അത് ഒരു പ്ലസ് ആണ്. സൂപ്പർവൈസറായിട്ട്. അപ്പം അതും കൂടെ ആകുമ്പോൾ ഇൻ അഡീഷൻ ഡോക്ടറുടെ പോലെ തന്നെയാണ്, ചെറിയ മരുന്നൊക്കെ ചെയ്യാം. ആ പരീക്ഷ പാസ്സായി ഇവിടെ വന്ന് പണ്ട് LMB കിട്ടും, അതായത് MBBS തുല്യമായ 2 വർഷം പഠിച്ചാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെ അമ്മ പറഞ്ഞു ഈ ചീനന്മാരൊക്കെയാണ് ഹോസ്പിറ്റലൊക്കെ, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മ തനി നാടൻ സ്ത്രീയല്ലേ. അച്ഛൻ ഞാൻ എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ അച്ഛനാണ് പ്രസവം എടുത്തത്. അച്ഛൻ്റെ കയ്യിലേക്കാണ് ഞാൻ ജനിച്ച് വീണത്. അത് വലിയ ഭാഗ്യമല്ലേ. ഇപ്പം നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് ജനുവരി 9 ജനുവരി 12 ജന്മദിനം. അതെ. ശരിക്കും എൻ്റെ ജന്മദിനം ജനുവരി 12. അത് ഈ ഇവിടെ വിക്കിപീഡിയ എവിടെയൊക്കെയോ തെറ്റിദ്ധരിച്ച് ഡിസംബർ 12 എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കും. ഞാൻ പിന്നെ എല്ലാവരെയും ഇങ്ങനെ തിരുത്തുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരും സന്തോഷം പറയും, ആയിക്കോട്ടെ. ശരിക്കും എൻ്റെ ജനുവരി 12.